ഹായ് ഫ്രണ്ട്സ്, കുട്ടനാട് ഫിഷിങ്ങിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിത് വലയിടാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം നമ്മുടെ വീടിൻ്റെ പുറകെയാണ്, ഒത്തിരി കരക്കാടാണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഭാഗം ചെറിയ തോടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് വലയിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ കൂടിനകത്തൊന്നും കിട്ടുന്നില്ല, ഒന്നും കയറുന്നില്ല. അപ്പോൾ ഇവിടെ വല്ല വലയിട്ടാൽ വലക്കകത്ത് വല്ല വീട് നമുക്ക് നോക്കാം. അതിൻ്റെ നമ്മൾ സ്ഥലത്ത് എത്തി, നമ്മുടെ വീടിന് നേരെ പുറയാണ്. അപ്പോൾ സ്ഥലമെല്ലാം കാണാം. ഇതിനകത്ത് ഇഷ്ടം പോലെ പറവയൊക്കെ ഉണ്ട്. ഇവിടെയാണ് നമ്മൾ വലയിടാൻ വന്നിരിക്കുന്നത്. കണ്ട മീൻ മറിയുന്നുണ്ട്. കല്ലടമുട്ടിയാണോ മറിയുന്നുണ്ട്. മിക്കവാറും കല്ലടമുട്ടി ആയിരിക്കും. നമുക്ക് പണിയാണ് കല്ലടമുട്ടിയാണ്. അപ്പം നമുക്ക് വയ്യ ഇടാൻ പയ്യെ പണി വയ്യ തുടങ്ങാം. നമുക്ക് നമ്മളിത് പയ്യെ വല ഇടാൻ പോവാണ്. പയ്യത്തെ ആദ്യത്തെ പാക്ക് നമ്മൾ നേപ്പൊക്കെ നമ്മുടെ ഒരു കമ്പേ കെട്ടുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വള്ളം പോകുമ്പോഴേ നമ്മുടെ വള്ളത്തിൻ്റെ പുറകെ നമ്മുടെ വലയെല്ലാം വരും. അപ്പോൾ നമുക്ക് പയ്യെ തുടങ്ങാം. അവിടെ കിടക്കണ അതല്ല അങ്ങനെ ഇട്ട് വെള്ളം ഒഴിക്കണ്ട. ആ പാത്രമില്ലേ, ഇതിനകത്തെ ആവശ്യം പോലെ ചെമ്പല്ലുണ്ട്, കല്ലടക്കുട്ടിയുണ്ട്. കല്ലടക്കുട്ടി കിടന്ന് മറിയുന്നുണ്ട്. ഉറപ്പായിട്ട് നമുക്ക് കല്ലടക്കുട്ടി ആയിരിക്കും. നാളെ ഒരു 10 മിനിറ്റ് കൊണ്ട് സംഭവം വീട് ഉറപ്പാണ്. നോക്കിയോ, നമ്മൾ കണ്ട് ആ ഭാഗം ചെല്ലുമ്പോഴത്തേക്ക് ഇവിടെ വീടിരിക്കും. നമ്മുടെ വല ഇട്ട് തീർന്ന് അപ്പം നമ്മളിത് ഇട്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കിന് തന്നെ അപ്പുറത്തൊരു വലാലടിച്ചിട്ടുണ്ട്. ഇത് നോക്കാം നമ്മുടെ വലയിലായിരുന്നോ ഇല്ലയോന്നേ. എന്ത് നമ്മൾ താങ്ങും കൂടി ഇട്ടിട്ട് നമുക്ക് ആ അടിച്ച സ്ഥലത്ത് നോക്കാം. ഇത് ശരിയാണെന്നുണ്ടെങ്കിൽ വല തന്നെ ആയിരുന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് പയ്യെ നോക്കാം. നമുക്ക് അങ്ങോട്ട് വൈകിട്ട് നോക്കാം. അതാണ്ടത് ഇത് കണ്ട അവിടെ ആ പൊങ്ങ് കണ്ടോ അങ്ങനെ കണ്ട അവിടെ നുരിയുണ്ട്. കാണിച്ചു തരാവേ. കണ്ട അവിടെ നുരിയുണ്ട്. ഇവിടെ ഉണ്ട്, അപ്പുറത്തും ഉണ്ട്. കണ്ട അപ്പുറത്താണ് മെയിനായിട്ട്. കണ്ടോ ഇത് കണ്ടോ, ഇവിടെ മീനുണ്ട്, ഉറപ്പായിട്ട് മീനുണ്ട്. അവിടെ കൈ മുറിഞ്ഞിരിക്കും അല്ലേ. അപ്പം ഞാനെടുക്കാം. ഇത് വെക്കി വളത്തിലോട്ട് ഇപ്പം കൂടെ കൂട്ടി പിടിച്ചു ഇല്ലേ. അപ്പുറത്തത് അവിടെ ഉണ്ട്.
വരാലാണ് മച്ചന്മാര്. കണ്ടോ പിന്നെ അടിച്ചു വന്നത് ചേറിനകത്തോട്ട് കയറി അങ്ങ് പൂണ്ടിരിക്കും. കണ്ടോ കാണാമോ? കണ്ടോ ഇങ്ങനെയുള്ള സാധനമാണ് ഇട്ട ഉടനെ കിട്ടിയ സാധനമാണ്. ഈ രീതി അപ്പുറത്ത് അവിടെ മുന്നുണ്ട്. അവിടെ കണ്ടോ കണ്ടോ അവിടെ മുന്നുണ്ട് കേട്ടോ. മീരി പൊങ്ങിയതുണ്ടോ? മീനാണോ ആണാണോ നടത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. ആമ വന്ന് മുട്ടിയാലേ നമ്മുടെ പൊങ്ങ് അനങ്ങ്. കാണാമോ? അടുത്ത വരാല് മഴ പെയ്താൽ കാര്യം കിട്ടും. കറങ്ങിക്കാണാം. എന്താ കണ്ടോ അടുത്ത വരാല്. നമ്മൾ ഇട്ടപ്പോഴേ ഇത് അപ്പുറത്ത് വീണ്ടുണ്ടായിരുന്നു. എന്തായാലും പയ്യെ നോക്കി പോവാം. ഇവിടെ ഉണ്ട് ഇത്. ഉണ്ടോ? അടുത്ത വരാൽ അല്ല, അടുത്ത വരാൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഇവൻ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാലേ ഇവൻ ചത്തുപോയി കഴിഞ്ഞാൽ അപ്പം തന്നെ ആമ കയറി പരിപാടി ചെയ്യും. അല്ല അടുത്ത വരാല് ഇതുണ്ട്. കാരി മച്ചാന്മാരെ കാരി കണ്ട കാരി പണിയാണ്. സൂക്ഷിച്ച് പിടിച്ചിട്ടേ പണി തരും. കണ്ടോ കാരി. അടുത്ത കാര്യമാരെ ഒഴിയുക താമസം ഒഴിവാമേ. ഇതിലിട്ടൊരു 10 മിനിറ്റ് ആയില്ല. ഇത് കണ്ടോ
വലിയ കാര്യമായിരുന്നു. നോക്കിയേ, ഇതുണ്ട്. പിന്നെ ചെയ്യാൻ നമ്മൾ ഇട്ടങ്ങോട്ട് തീർന്നിട്ട് നമ്മൾ വല വലിച്ചത് ഇതുണ്ട്. ഇതാണ് കുഴപ്പം. ഞാൻ അവിടെ ഇരുന്ന് കണ്ടായിരുന്നു ഇത് ഇവിടെ വീഴുന്നു. പക്ഷെ വല നമ്മുടെ വലയെ വളർത്തിയിരിക്കുക. പിന്നെ എന്നാ ചെയ്യാനൊക്കെ. ഇതാണ് കുഴപ്പം. ശരിയുണ്ട്, ചത്തിട്ടില്ല കേട്ടോ. അതിനെ അവൻ അടിച്ചിരിക്കുന്നത്. കാര്യമാണ് എടുക്കുന്നത്. അപ്പം ഇനി കാര്യം ഇങ്ങനെ പെട്ടെന്ന് ശരിക്കും ആമയുണ്ട് ഇതിനകത്ത്. ആമയെ നോക്കണം, കഴുത നോക്കണം. പിന്നെ ചത്ത് ഒരു മണിക്കൂർ 2 മണിക്കൂർ ആയിക്കഴിഞ്ഞാൽ ഇതെല്ലാം ചീഞ്ഞു പോകും. കാരണം വെള്ളം അത്ര നല്ലതല്ല. ഇനി ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ മറിക്കാത്ത ചെയ്യാൻ ഉണ്ടോ. നമ്മളിട്ട് തീർന്നപ്പോൾ തന്നെ ആ കിച്ചെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് അവിടെ ഒരു മീൻ തോണ്ട്. അത് ആമ തിന്നോ ഇല്ലെന്ന് നമുക്കറിയേണ്ടത്. മീനാണത്. കാരണം വരാറൊക്കെയാണത് അടുത്ത തന്നെ അവൻ അല്ല ആമ കണ്ടോ തിന്നുകൊണ്ടിരിക്കാൻ തോന്നുന്നു. എൻ്റെ അമ്മ ഇതുണ്ടോ രണ്ടാണ്. അടുത്ത കാര്യം അത് അടുത്ത കാര്യം നമുക്ക് പണി തരാനൊക്കെ എല്ലാ ചാൻസും ഉണ്ട്. കാരണം വേറൊന്നുമല്ല, അവൻ്റെ കൊമ്പ് കരയുന്നുണ്ട്. ഈ കൊമ്പ് അടിയിലാടി കാരണം അവൻ പണി തരാൻ പോകുന്ന എല്ലാ ചാൻസും ഉണ്ട്. എൻ്റെ ആമ അടിച്ചതിനെക്കാട്ടും വലുതായിരുന്നു. കണ്ട ചത്തിട്ടില്ല, എൻ്റെ കളിയുണ്ട്. പറന്ന് വെള്ളത്തിലോട്ടങ്ങ് മുങ്ങുവാണ്. നീർക്കാക്കയാണോ? അവിടെ മുണ്ടുണ്ട്. കൊണ്ടോ നിക്ക് കുഴപ്പമില്ല. ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള അല്ലേ കീറും. അതിന് അരവുള്ളതാണ്. ഞാൻ അങ്ങനെ കിടക്കാമെന്ന് തോന്നുന്നു. അങ്ങനെ പിടിച്ച ഇതല്ല ഇടുമ്പോഴത്തേക്കില്ല പിന്നെ ഒന്നും അതിൻ്റെ സൈസ് കണ്ടോ 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 അതിൻ്റെ സൈസ് കണ്ടോ. പണി തരരുത് മക്കളെ. ഒരെണ്ണം കൊണ്ടു നീ കണ്ടോ.
പിന്നെ നമുക്ക് കാര്യം എന്ത് വരാനുണ്ട്. കല്ലടമുട്ടിയാണ് നമ്മൾ പ്രത്യേകിച്ച്. കല്ലടമുട്ടില്ല, കല്ലടമുട്ടിയൊന്നും ഇല്ല. നമുക്കേ ഇവിടെ നിൽക്കാം. 10 മിനിറ്റ് നമ്മളാണെങ്കിൽ കൊതുകുതിരിയും കൊണ്ടുവന്നില്ല. അങ്ങനെ മീൻ വീഴുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നു. മീൻ വീഴുമെന്ന് നമുക്ക് പ്രതീക്ഷയുണ്ട്, പക്ഷേ ഇങ്ങനെ വീഴുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നു. നമുക്ക് നോക്കാം, എവിടെയെങ്കിലും മുതണ്ട അവിടെ ഒന്ന് വീണിട്ടുണ്ടോ, അതുകൊണ്ട് അവിടെ ഒന്ന് നോക്കാം. അതുകൊണ്ട് സൂപ്പർ വരാം. ണ്ട് വെള്ള വരാല, വെളുത്ത വരാല. ഇത് ചത്ത് പോയി കഴിഞ്ഞാൽ മാർക്കറ്റിൽ എടുക്കത്തില്ല. കാരണം അതിന് വെളുത്തിരിക്കുക. പോയതാണെന്നും പറയും. പോയിട്ടൊന്നുമില്ല, പോകത്തില്ല. പക്ഷെ പോയതാണെന്നും പറഞ്ഞാൽ അവന്മാർ എടുക്കാൻ ഭയങ്കര മടിയാണ്. അവിടെ അപ്പുറം കുറേ വീണില്ല. രാജ്യം ആമോ ആമ വീട്ടല്ല, ഇവിടെ ആമ. ആമയുടെ ഫോട്ടോ കണക്കാരെ. നമ്മുടെ അവിടെ പയ്യുന്നുണ്ട്, പയ്യ തന്നെ. അടുത്ത കാര്യം വരാതെ ആണ്. വായിക്കാത്ത കളിച്ചു ഞാനങ്ങനെ കളിച്ചാൽ
നനച്ച് കാണിച്ചില്ല ചിലപ്പം ചത്തു പോകണം കിട്ടിയിരിക്കുന്നു. ഇപ്പം വല കിട്ട് ഉടനെ തന്നെ വീണ മീനെയാണ് നമ്മളിപ്പം എടുത്തിരിക്കുന്നത്. ഇപ്പോൾ എടുത്തില്ല തന്നെ നമുക്ക് ആ മീനൊന്നും കിട്ടത്തില്ല. കാരണം ആമ കൊണ്ടുപോകും. നമ്മൾ കണ്ടതാണല്ലോ. ഇപ്പം ഒരെണ്ണം നമ്മൾ വല ഇട്ട് തീർന്ന് നോക്കി നോക്കുമ്പോഴത്തേക്കിന് ഒരെണ്ണം ആമ തകർക്കും. അങ്ങനെ ആമയുടെ ശല്യം ഭയങ്കരമാണ്. ആമയുടെ ശല്യമുണ്ട്. അതുപോലെ തന്നെ നീർന്ന കഴുന്ന അതുകൊണ്ട് അതേതായാലും വന്നിട്ടില്ല. നമ്മളിപ്പം ഇവിടെ ഉണ്ട് വല ഇട്ടിങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ അതേപോലെ നമ്മളിപ്പം കൊടുകൂരിയൊന്നും കൊണ്ടുവന്നില്ല. നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇത്ര മീൻ കിട്ടുമെന്ന്. കാരണം മഴയൊന്നുമില്ല, പിന്നെ അത്യാവശ്യം വെള്ളമുണ്ട്. അതുകൊണ്ട് നമ്മളൊന്ന് വല ഇട്ടതാണ്. ഏതായാലും നമുക്ക് ഇട്ടതിൻ്റെ പ്രയോജനം കിട്ടി. 2-3 കിലോ മീൻ ഇപ്പം ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. വൈകിട്ട് വീഴുന്ന എങ്ങനെ ആവുമെന്ന് അറിയത്തില്ല. കാരണം ആമശല്യം ഭയങ്കര. നമുക്ക് വൈകിട്ട് പെട്ടെന്ന് കാണാൻ പറ്റത്തില്ല. പിന്നെ നമ്മളിനി വീട്ടിൽ പോയിട്ട് വന്നിട്ട് വേണം പോക്കാൻ. അവിടെ വീട്ടുണ്ട്, അവിടെ വീണിട്ടുണ്ട്. അങ്ങനെ അപ്പം നമുക്ക് അതും കൂടെ പോയി പോക്കാം. അടുത്ത കാരി ഇവിടെ ഉണ്ട്. അവിടെ നമ്മുടെ വല ഉണ്ടോ? ഇല്ലല്ലോ. ഈ കാര്യമാണ് വെച്ചാൽ അടുത്ത കാര്യം. നമ്മളിപ്പോഴേ വേറെ സന്ധ്യയായി വരുവാണ്. അപ്പം നമ്മളിപ്പോൾ ഒന്നും കൂടെ നോക്കി അങ്ങോട്ട് പോവാണ്. എന്നിട്ട് നമുക്കൊരു 8-8 ആകുമ്പോൾ ഒന്നും കൂടെ നോക്കാം. അതിനുശേഷം ഒരു 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ വല വലിച്ചിട്ട് മീൻ കൊണ്ട് പോകുന്നു. നമ്മൾ അടപ്പുകയാണ് കൊടുക്കുന്നത്. കാരണം വലയിലെ മീനെന്ന് പറയുമ്പോഴത്തേക്കിന് ചത്തു പോകും. ഇവിടെ ചത്ത് ആർക്കും വേണ്ട. അപ്പം നമുക്ക് നോക്കി പോകാം. എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. ഇതെന്നുണ്ടെങ്കിൽ ഒറ്റക്കൊക്കെ ആകുമ്പോൾ ഒന്നും കൂടെ നോക്കാം. ഞാൻ വീഴ്ചയുടെ ഇത് തീർന്നു. ഇപ്പം വൈകുന്നേരം അവൻ ഒന്നും കൂടെ ഓടിക്കഴിഞ്ഞാൽ രണ്ടാളും കൂടെ ഒന്നിച്ചാൽ ഒരു മഴകളും പെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും കാര്യം ശരിക്കും കിട്ടും. നമുക്ക് ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ, ആമ കടിക്കാതിരുന്നാൽ മാത്രം മതി. ആമയുടെ ശല്യം കണ്ടതല്ലേ. നമ്മളിവിടെ നിന്നുകൊണ്ട് ഇത്ര മീൻ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ കിട്ടത്തില്ല.
നമുക്ക് ഇഷ്ടമാണ് കിട്ടിയ സാധനമാണ് ഇത്ര. ഇന്നും വരാലടിയിലാണ്. ഒരു കാലിപ്പം ഒരു കാലി താഴോട്ട് പോയി. അതൊന്നും എടുത്തിട്ടില്ല. കണ്ടോ വരാലെണ്ണ ഒരു വരാൽ നമ്മുടെ വരാൽ ഒരെണ്ണം ചത്തിട്ടുണ്ട്. എടുക്കാം, ഞാൻ ആ കാര്യങ്ങൾ എടുക്കട്ടെ. കണ്ടോ ഇത്ര സാധനമാണ് നമുക്ക് കിട്ടിയത്. ഇട്ടുവണ്ണം കിട്ടിയതാണ്. ഇത് നമ്മൾ നേരെ അവിടെ കൊണ്ടുവരണം. എന്നിട്ട് വെളുപ്പിനെ നമ്മൾ മാർക്കറ്റിൽ കൊണ്ടുപോകണം. കാണാമല്ലോ, കണ്ടോ